ഹലോ എവരിവൺ, മോജോ ഓട്ടോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പാർക്ക് ആൻഡ് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ മോജോ ഓട്ടോ ഡീൽസിലേക്ക് വന്ന ഒരു കിഡിലൻ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2023 ഇറങ്ങി വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുതിയ മോഡലിൽ വരുന്ന ഇഗ്നിസ് ആണ്. പെട്രോൾ വേരിയന്റിൽ വരുന്ന ഈ ഒരു ഇഗ്നിസ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ആൽഫ എന്ന് പറയുന്ന വേരിയന്റിന്റെ തൊട്ട് താഴെ വരുന്ന സീറ്റ വേരിയന്റിൽ വരുന്നതാണ്. മാത്രമല്ല വളരെ നീറ്റ് ആൻഡ് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള, അതായത് 6000 കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. 2024, അതായത് ഇന്ന് ഈ വാഹനം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 8,30,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ്. അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ആൽഫ വേരിയന്റിൽ വരുന്ന DRL അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ല. എന്നാൽ DRL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒഴിച്ചാൽ റിവേഴ്സ് ക്യാമറ അടക്കം സെറ്റ് ചെയ്തിട്ടുള്ള, അതായത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ആക്സസറീസും ലോഡ് ചെയ്യേണ്ടാത്ത രീതിയിലാണ് ഈ ഒരു പുതിയ മോഡലിലെ ഇഗ്നിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് നമ്മളിത് തരാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 7,20,000 രൂപയാണ്. അതും ആവശ്യക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് നമ്മളെ പ്രൈസ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വാഹനത്തിൽ എക്സ്റ്റീരിയറിൽ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില എലമെന്റ്സിനെ കുറിച്ചാണ്. ഈ വാഹനത്തിന്റെ ഒരു കളർ വരുന്നത് ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ബ്ലാക്ക് ആണ്. മാരുതി ബ്ലാക്ക് വാഹനങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതിനു ശേഷം ഇഗ്നിസ്, സ്വിഫ്റ്റ്, ബലേനോ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് സെല്ലിംഗ് ആണ്. അതിൽ പെട്ടൊരു വാഹനമാണ് നമ്മൾ ഈ ഒരു ഇഗ്നിസ്. ഗ്ലോസി ബ്ലാക്ക് ലുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. നമുക്ക് ഏതൊരു സഭയിലും കൊണ്ടുപോയി ധൈര്യത്തിൽ നിർത്തിടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഇഗ്നിസ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്റ്റീരിയറിൽ വരുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അലോയ് വീൽസ് ആണ്. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന അലോയ് വീൽസ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ മിറേഴ്സ്, അത് ഫോൾഡിംഗ് ടൈപ്പ് മിറേഴ്സ് ആണ്. അതിൽ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ലൊരു റൂഫ് റെയിൽ, അത് സിൽവർ ഫിനിഷിൽ വരുന്നതാണ്. നല്ലൊരു റൂഫ് റെയിൽ ഇതിന്റെ മേളിൽ മൊത്തത്തിൽ ലുക്കിനെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ക്ലാഡിംഗ് വൈസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീലാർച്ചിലടക്കം ക്ലാഡിംഗ് വരുന്നതുകൊണ്ട് വണ്ടീനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കി നെക്സ നിർത്തിയിട്ടുണ്ട്. ശരിക്കും മാരുതി സുസുക്കി നെക്സ വഴിയാണ് ഈ ഒരു വാഹനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നെക്സയിലുള്ള ഒരു സെല്ലിംഗ് ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് ആണ് ഏറ്റവും പുതിയ വണ്ടിക്ക് സീറ്റ മോഡൽ വരുമ്പോൾ 8,30,000 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പിന്നെ എക്സ്റ്റീരിയർ വൈസ്, ലുക്ക് വൈസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോയിലർ, അത് കമ്പനി സ്പോയിലർ തന്നെയാണ്. ഇതൊക്കെ സീറ്റ വേരിയന്റിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് തന്നെയാണ്. എന്നാൽ സീറ്റ വേരിയന്റിൽ ഇല്ലാത്തൊരു ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു റിവേഴ്സ് ക്യാമറ ആണ്. അതും കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത റിവേഴ്സ് ക്യാമറ ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ അഡീഷണൽ വർക്ക്, അത് പെയിന്റിങ്ങിലായിക്കൊള്ളട്ടെ മറ്റ് ഫീച്ചേഴ്സ് വൈസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് യാതൊരുവിധ അഡീഷണൽ വർക്കുകളും വരുന്നില്ല. ജസ്റ്റ് എടുക്കുക, നിങ്ങൾ ആവശ്യങ്ങൾക്ക് ഓടുക. പിന്നെ ഈ റിവേഴ്സ് ക്യാമറയുടെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി വൈസ് വാഹനം ഡബിൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിലെ ഡിക്കിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു ട്രേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വണ്ടി യൂസ് ചെയ്യാൻ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ബാക്കിൽ ഒരു ഡിക്കി മാറ്റ് ഒക്കെ വരുന്നുണ്ട്. ഡിക്കി മാറ്റ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആക്സസറീസിലൊക്കെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ള ഒരു സാധനമാണ്. അത് ഇതിൽ വരുന്നുണ്ട്. കാര്യം നമുക്ക് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് വണ്ടീൻ്റെ അകത്തേക്ക് മറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിക്കി ട്രേ നല്ലതാണ്. ഡിക്കി ട്രേ അടക്കം നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി ഡിക്കിന്ന് നമുക്ക് നേരെ അകത്തുള്ള പോർഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കിഡിലൻ സീറ്റ് കവർ ഈ വാഹനത്തിന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ലൊരു 4D മാറ്റ് ഈ വാഹനത്തിലുണ്ട്. അതാണ് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് ഈ വാഹനം എടുത്ത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് യാതൊരു പണിയും വരാൻ പോകുന്നില്ല. 4-5 കൊല്ലത്തേക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു വർക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ സ്റ്റീരിയോ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ നമ്മൾ എന്തായാലും ഓൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അതേപോലെ തന്നെ എയർ ബാഗ്, ഫ്രണ്ട് 2 എയർ ബാഗ് എല്ലാ വാഹനത്തെയും പോലെ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഒരു പ്രീമിയം ഇന്റീരിയർ ലുക്ക്. അതായത് നെക്സയിൽ വരുന്ന വാഹനം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇന്റീരിയർ വളരെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു ഡ്രൈവിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പക്ക സ്റ്റിയറിംഗ് കൺട്രോളും സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ സ്റ്റിയറിംഗിൽ ഒരു എയർ ബാഗ് വരുന്നുണ്ട്.
അതായത് സേഫ്റ്റി വൈസ് ആയിക്കൊള്ളട്ടെ, ഇന്റീരിയറിലെ ലുക്ക് വൈസ് ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലും ഈ വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഒരു മുതൽ വാഹനം തന്നെയാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റീരിയറിൽ കുറച്ച് വൈറ്റ് കളറും അതേപോലെ തന്നെ ഈ ഒരു ഡാഷിൽ നിങ്ങൾ കണ്ടോ നല്ല ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ, ഈ പില്ലേഴ്സ് ഒക്കെ ബ്ലാക്കിൽ, ഇതിന്റെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഈ ഒരു താഴെ വരുന്ന പോർഷൻസ് വൈറ്റിൽ. അതായത് പ്രീമിയം വാഹനങ്ങൾ നോക്കുന്ന, അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണിത്. പിന്നെ ഈ ഒരു സ്റ്റീരിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് വേരിയന്റിൽ വരുന്ന അതേ സ്റ്റീരിയോ, ഏകദേശം 7 ഇഞ്ച് സൈസ് വരുന്ന സ്റ്റീരിയോ ആണ്. നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ്, നമ്മൾ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ച പോലെ തന്നെ ആകെ ഈ വാഹനം ഓടിയിട്ടുള്ളത് 7000 കിലോമീറ്ററിനടുത്ത് മാത്രമാണ്. ഇനി ഒരു 50 കിലോമീറ്റർ കൂടെ ഓടിയെങ്കിലാണ് ഇത് 7000 കിലോമീറ്ററിൽ എത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ട്രസ്റ്റ് ആയിട്ട് വളരെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ ഒരു സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വണ്ടി എടുത്തിട്ട് 1 കൊല്ലം പോലും ആയിട്ടില്ല. അതായത് രണ്ടാമത്തെ 6 മന്ത് സർവീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടയറിന്റെ കാര്യമൊന്നും, പിന്നെ ഈ ഒരു 6000 കിലോമീറ്ററിലെ ടയറിനൊന്നും പറ്റാനില്ല. എന്നാലും എടുത്തു പറയട്ടെ, പുതിയ ടയറുകളാണ്. മൊത്തത്തിൽ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെസ്റ്റ് ഡീല് തന്നെയാണിത്. അതുകൊണ്ടാണ് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ നമുക്ക് ഈ വണ്ടി പരിചയപ്പെടുത്താൻ കിട്ടിയൊരു ചാൻസ് ഒട്ടും വൈകാതെ നമ്മൾ മുതലെടുത്തത്. നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിൻ്റെ ഫീച്ചേഴ്സ് വൈസ് ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ മോജോ ഓട്ടോ ഡീൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള വാഹനം തന്നെ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയുള്ളൊരു വണ്ടിയാണിത്. നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പാർക്ക് ആൻഡ് സെയിൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളതും. അപ്പം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഇഗ്നിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയാം. നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു നടുവണ്ണൂർ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, ഇതിനെപ്പറ്റി അന്വേഷിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നല്ലൊരു ഡീലിൽ തന്നെ നമുക്കിത് തരാൻ പറ്റും. എന്തെന്നാലും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയും വരാനുണ്ട്. ഒരു XUV 500 ഒക്കെ വെയിറ്റിംഗ് ആണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത വീഡിയോസിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ നല്ല പ്രൊഡക്ട്സിന്റെ വീഡിയോസും ചെയ്യാറുണ്ട്. നമ്മൾ ആക്സസറി ഷോപ്പിൽ ചെയ്യുന്ന പ്രൊഡക്ട്സും അതേപോലെ തന്നെ ഡീറ്റെയിലിംഗ് പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.